നമ്മൾ ഈ അത്തിപ്പഴം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്ന കണ്ടിട്ടില്ലേ, ഇതാണ് ഒറിജിനൽ അത്തി കേട്ടോ. ഈ കാണുന്നതാണ് ഒറിജിനൽ അത്തിപ്പഴം. ഇതിൻ്റെയാണ് നമുക്ക് ഈ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന, അത്തിപ്പഴം മേടിക്കാൻ കിട്ടുന്ന ഇതിൻ്റെയാണ് കേട്ടോ. ഇത് ഉണങ്ങിയെടുക്കുന്നതാണ്. ഇത് ഒരുപാടുണ്ടാകും കേട്ടോ. ഇത് കണ്ടോ, ഇത് പഴുത്തമായി കിടക്കുന്നത്. ഇത് നന്നായിട്ട് പഴമായതാണ്. അതുപോലെ ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഇതിലൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ ഇവിടെ ഒരു നല്ലപോലെ പഴുത്ത് കാരണം കിടപ്പുണ്ട് ഈ മുകളിൽ. ഇത് കണ്ടോ, നല്ലൊരു പഴമായത്. ഇഷ്ടം പോലെ ഇതുപോലെ ഉണ്ടാകും. ഇത് ഈ ഒരു ചുവട് തന്നെ ന്യായമായി കായ്ച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കായുണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടോ. ഇതാണ് കേട്ടോ ഒറിജിനൽ അത്തി. നമുക്ക് ആ നാട്ടിൽ നമ്മൾ അത്തി എന്നൊക്കെ പറഞ്ഞു വരുന്നത് സാധാരണ ഈ പള്ളിയുടെയൊക്കെ മുറ്റത്തും അതുപോലെയൊക്കെ നമുക്ക് മുറ്റത്തൊക്കെ ആൾക്കാർ നട്ടു വച്ചിട്ടുണ്ട്. അത് ശരിക്കും അത്തിയല്ല, അത് കാട്ടത്തിയാണ് കേട്ടോ. ഇതാണ് ഒറിജിനൽ അത്തിപ്പഴം. ഇതാണ് നമുക്ക് ഉണങ്ങി അത്തിപ്പഴമായിട്ട് വാങ്ങാൻ കിട്ടുന്ന അത്തി. ഇതുപോലെയാണ് അതിൻ്റെ പഴം ഇരിക്കുന്നത്. ഇതിപ്പോൾ നാട്ടിലൊക്കെ നമുക്ക് നാട്ടാണെങ്കിലും ഇഷ്ടം പോലെ ഇത് മാർക്കറ്റിലും അതുപോലെ തന്നെ നമുക്ക് നഴ്സറികളിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ തൈകളൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. വളരെ ടേസ്റ്റുള്ളതും അതുപോലെ തന്നെ വളരെ ഗുണമുള്ളൊരു പഴമാണ് കേട്ടോ ഇത് അത്തി. നല്ല ഗുണകരമായിട്ടുള്ളൊരു പഴമാണ്. ഇവിടെ ഇഷ്ടം പോലെ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാകും. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഫാമുകളിലൊക്കെ ഇപ്പോൾ ഒരുപാട് തൈകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇതിന് വലിയ പരിചരണമൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇത് കണ്ടോ, ഇതുപോലെ ചുമ്മാ നട്ട് വളവോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് കോഴിവളമോ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, താങ്ക് യു.